വിശാൽ ഇപ്പൊ 2016 ആനന്ദത്തിലൂടെ വന്നു. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെ എത്തി നിൽക്കുമ്പോൾ ഒരു വിധത്തിലുള്ള എല്ലാ ക്യാരക്ടർ ഷെയ്ഡ്സും ചെയ്യാൻ സാധിച്ചു. അതുപോലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ഇപ്പോൾ ചെയ്തു. ഡാർക്ക് ഷെയ്ഡാണ് ഇപ്പോൾ കുറച്ചധികമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി മാറി വേറൊരു വെറൈറ്റി അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു തരത്തിലുള്ള കഥാപാത്രം ചെയ്യണമെന്നാണെങ്കിൽ എന്തായിരിക്കും അത്? ട്രഡീഷണലി ഗുഡ് ഗൈസ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലാത്ത വില്ലന്മാരുണ്ട്. ഈ ഒരു ബ്രാൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റോൾസ് കുറച്ചൊക്കെ അങ്ങനെയാണ്. ആ ഒരു ജേർണി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി മാത്രം ചെയ്യുന്നതല്ല, പക്ഷേ ഈ പോകുന്ന രീതിയിൽ കോട്ടെ എന്നാണ് എൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫണ്ണുണ്ട് അതിൽ. നമ്മുടെ ഉള്ളിലുള്ള മറ്റേ പുറത്തിറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അത് ഈ ചിത്രത്തിൽ കാണാനുണ്ട്. സിനിമകൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ സിനിമയുടെ ഗ്രാഫ് തന്നെ മാറ്റുന്ന ഒരു മ്യൂസിക് കൊണ്ട് മാറ്റാറുണ്ട്. ഇപ്പോൾ കോമൺലി കേട്ടിരുന്ന കാര്യം നമ്മുടെ വേൽമുരുക പോലത്തെ പാട്ടുകൾ ആളുകൾക്ക് എവിടെ കേട്ടാലും ഗാനം അറിയാൻ പറ്റുന്ന അങ്ങനത്തെ പാട്ടുകൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സിനിമാരായിട്ട് കയ്യും പറയാറുണ്ട്. തുടരും സിനിമയിൽ അതുപോലത്തെ ഒരു വലിയൊരു പാട്ട് വരുന്നുണ്ട്. ജെക്സറിന്റെ ഒരു മാസ്മരിക കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ്. ഞാനിത് പറഞ്ഞത് അത് വലിയ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിലും ഞാൻ ഇവരോട് ഒത്തിരി താങ്ക്സ് പറയുന്നത്. കാരണം ഞാൻ കൂടുതലും ആക്ച്വലി ജാൻ 30th റിലീസ് ചെയ്യാനുള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ വർക്കിന്റെ ഇടയ്ക്കായിരുന്നു നമ്മൾ ഓഫീസർ വന്നത്. അപ്പൊ ഇത് മാറിയത് കൊണ്ട് എനിക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റി. ആൻഡ് തുടരും നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൻ പരിപാടിയായിട്ട് തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഓഫീസർ തകർത്തു, അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ്. അതേപോലെ തന്നെ മലയാളികളെ അടുത്തായിട്ട് ചാക്കോച്ചന്റെ പ്രൊജക്ട് വരുന്ന മഹേഷ് നാരായണന്റെ പ്രൊജക്റ്റാണ് ലാലേട്ടൻ എന്താണ് തകർക്കാനുള്ളത്. ഇതേപോലെ ആക്ഷൻസ് ഒക്കെ കാണാൻ പറ്റുമോ? ഞാനൊരു 3 ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലന്റുകൾ സിനിമയുടെ മുന്നിൽ പുറകിലുമുണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഹൈയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്, ടെക്നീഷ്യനാണെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓഫ് കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സ്. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യവും അത് വേണ്ടിയിട്ട് പറയുന്നത്. ഈ കണ്ടുവരുന്ന പടങ്ങളൊക്കെ ഫുൾ ആക്ഷൻസ് ആണ്. ഇനി വരാനുള്ള പടങ്ങളും ചാക്കോച്ചന്റെ ആക്ഷൻ ആണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളുടെ എന്നതിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സെറ്റയറും അത്യാവശ്യം പൊടിക്കും ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടെ ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും. അതിൽ ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഡയറക്ട് ചെയ്ത ചിദംബരം അഭിനയിക്കുന്നുണ്ട്. പിന്നെ ജാഫർ ഇടുക്കി, സുധീഷ്, ഇങ്ങനെ ഒരു ഇതുപറ്റം നല്ല ടാലന്റുകളുണ്ട്. തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. എന്റെ ഭാര്യയാണ് അതിന് കാരണക്കാരി. പിന്നെ മമ്മൂക്കയെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഏറ്റവും ട്രെൻഡിയസ്റ്റ് എന്താ പറയാ ഒരു മാൻ ആണ്, അല്ലെങ്കിൽ ഒരു ചാപ്പ് എന്ന് പറയുന്നത് പുള്ളി. അല്ലാതെ പുള്ളിയാണ് ഏറ്റവും കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നൗ. മലയാള സിനിമ ഒരു ഗോൾഡൻ എറയിലൂടെ വരും പ്രതീക്ഷയുണ്ട്. ഇപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വരുമ്പോഴും നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിർമ്മാതാക്കൾക്ക് കൃത്യമായ ലാഭം കിട്ടുന്നില്ല, അത് സിനിമകൾ ഇച്ചിലൂടെ നല്ല ട്രാക്കിൽ പോകണം വിശ്വസിക്കുന്നുണ്ടോ? നല്ല സിനിമകൾ, ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത്
എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പൊ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം. അപ്പൊ നമ്മൾ മാക്സിമം പ്രയോറിറ്റി ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡന്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ വളരെ അധികം ബാധിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലെന്ന് വരാം. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വേറെ ഏരിയാസും ഉണ്ട്. അപ്പൊ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോക്ക് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.